ഇപ്പം ശ്രീ ആർ വി ബാബു അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ശ്രീ ഗോവിന്ദ മാസ്റ്ററിനെയും കൂടി അതിനെ കൂട്ടി കുഴിച്ചുകൊണ്ടാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്. ഇപ്പം അവിടുത്തെ ജീവനക്കാർ ചെയ്ത തെറ്റിന് ശ്രീ ഗോവിന്ദ മാസ്റ്റർ എന്ത് ചെയ്തെന്ന് ശ്രീ ആർ വി ബാബു പറയുന്നതിൽ എന്താണ് കഴമ്പെന്ന് എനിക്ക് മനസ്സിലാവില്ല. അവിടെ വേറെ വിശ്വാസികളില്ല, അവിടെ ഹിന്ദു വിശ്വാസികൾ മാത്രമേ അറിയുള്ളൂ. അവിടെ ഹിന്ദുക്കൾ മാത്രമേ അവിടെ ജോലി ചെയ്യുന്നുള്ളൂ. അവിടെ അല്ലാതെ ക്രിസ്ത്യൻസോ മുസ്ലിംസോ വേറൊരു ഒരു മതത്തിൽപ്പെട്ട ആൾക്കാരും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അവിടെ ജോലി ചെയ്യുന്നില്ല. പക്ഷേ എന്നാലും നിങ്ങളെല്ലാം കൊണ്ടുവരണമെന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയം കലത്തിന്, ഇതിൽ രാഷ്ട്രീയം കലത്തിന് ശരിയാണോ എന്ന് എനിക്ക് മനസ്സിലാവില്ല. നിങ്ങൾ നേരത്തെ വിനോദ് ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു ദേവസ്വം മന്ത്രി എങ്ങനെയാണ് ശ്രീ പത്മനാഭ ക്ഷേത്രത്തിനെ പറ്റി പറയുന്നത്? ഇതെന്ന് പറഞ്ഞാൽ ഒരു ഭരണ സംവിധാനം ഉണ്ടെന്നേ. സുപ്രീം കോടതി നിയോഗിച്ച ഒരു ഭരണ സംവിധാനം, ഒരു 7 അംഗ കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയാണ് അത് തീരുമാനിക്കുന്നത്. അതിന് ദേവസ്വം മന്ത്രി എന്താണ് പറയേണ്ടത്, അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാക്കൾ എന്താണ് പറയേണ്ടത്? പക്ഷേ ക്ഷേത്രത്തിന്റെ വരുമാനം നാടിന്റെ മുഴുവൻ പുരോഗതിക്ക് നാടിൻ്റെ ഇവിടുത്തെ നാടിൻ്റെ പുരോഗതിക്കാണ് ഉപയോഗിക്കുന്നത്. പത്മനാഭ ക്ഷേത്രത്തിൻ്റെത് കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഉപയോഗിക്കുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കും. അല്ല, അങ്ങനെ പറയാം, അതങ്ങനെ ഉപയോഗിച്ചുകൂടെ എന്നൊക്കെ പറയാമല്ലോ. അതൊക്കെ നേരത്തെ ഉപയോഗിക്കാമെന്ന് VS പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിനെതിരായിട്ട് ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നെന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് അത് ഇരിക്കട്ടെ. ഇപ്പം എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ ശ്രീ ആർ വി ബാബു പറഞ്ഞ പോലെ അവിടെ എൻ്റെ ഇപ്പോഴത്തെ അറിവ് അനുസരിച്ച് അവിടെ ഭരണസമിതി കൂടി. ഭരണസമിതി ഇദ്ദേഹം എന്ന് പറയുന്നത് അവിടെ ഡ്രൈവറായിട്ടാണ് ഇപ്പം ജോലി ചെയ്യുന്നത്. അദ്ദേഹം നേരത്തെ അവിടെ പഞ്ചവാദ്യമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ പഞ്ചവാദ്യത്തിനും അദ്ദേഹത്തിൻ്റെ ഡ്രൈവറാക്കി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഒരു ജോലി കിട്ടിയായിട്ട് സംബന്ധിച്ച് ഒരു പാർട്ടി നടത്തിയിട്ടുണ്ട് അവിടെ. പക്ഷേ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ അത് ഇതിൻ്റെ പത്മനാഭ ക്ഷേത്രത്തിൻ്റെ അകത്തൊന്നുമല്ല, അത് തൊട്ട് വെളിയിലാണ്. എനിക്ക് കൊച്ചിലെ മൂലം അറിയാനുള്ളത്, ഞാൻ വലിയ ശാല കിടന്ന് വളർന്നതാണ്. ഞാൻ ദിവസവും കാലത്തെ പോകുന്നത് പത്മനാഭൻ്റെ നടയിൽ കൂടിയാണ്. ദിവസവും ഞാൻ വഞ്ചൂർ കോടതിയിൽ അഭിഭാഷകനാണ്. ഞാൻ ദിവസവും അതിൻ്റെ അകത്ത് വഴിയാണ് പോണത്. അപ്പോൾ ഈ പ്രിമിസസ് എന്ന് പറയുന്നത് ഇത് ന്യായീകരിക്കുകയല്ല, ഈ പത്മനാഭ സ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട അല്ല. ഇത് എൻ്റെ അടുത്തിരിക്കുന്നത് വഞ്ചൂരിലുള്ളതാണ്. അതൊന്ന് പണ്ടൊക്കെ എന്ന് പറയുന്നത് ഇത് ഈ പത്മനാഭ ക്ഷേത്രം ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് ഇത്രയും കോടി ബി നിലവറ അതൊക്കെ തുറന്നതിന് ശേഷമാണ് ഇത്രയും ഒരു ഇതായത് ഇത്രയും സെക്യൂരിറ്റിയെല്ലാം ആക്കിയത്. നേരത്തെ ഞാൻ അവിടെ പഠിച്ചിരുന്നു. ഈ തൊട്ടടുത്ത് വടക്കേ നടയിൽ ഈ എക്സിക്യൂട്ടീവ് ഓഫീസറിൻ്റെ അവിടെയാണ് ഞാൻ പഠിച്ചിരുന്നത്. പണ്ട് മഹാരാജ കോളേജാണ് അവിടെ ഇട്ടിരുന്നത്. നമ്മൾ അവിടെയൊക്കെ എന്നാണ് പഠിച്ച് വളർന്നത്. അപ്പോൾ അതൊക്കെ ഇപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് എടുത്തു കഴിഞ്ഞു. അത് സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് എടുക്കുന്നു. എൻ്റെ എന്ന് പറയുന്നത് എൻ്റെ ഇപ്പോഴത്തെ ഇതെന്ന് വെച്ചാൽ ഭരണസമിതി അദ്ദേഹത്തിന് വെളിയിലാക്കി കഴിഞ്ഞു. ശ്രീ വിനോദൊന്നും മനസ്സിലാക്കാമെന്ന് പറയുന്നത് അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്ത് വെളിയിലാക്കി വന്നു. ആ ഭരണസമിതിക്ക് മാത്രമേ പറ്റുള്ളൂ വിനോദേ, അത് വേറെ ആക്കുമെന്ന് പറ്റില്ല. ഇവിടെ ഹൈന്ദവ സംഘടനയായിരുന്നാലും ശരി തന്നെ, അത് ഹിന്ദുക്കളുടെ ഒരു അമ്പലമല്ലേ. അവിടെ വേറൊരു സമുദായത്തിലെ ആൾക്കാർ അവിടെ ഇല്ല, വേറൊരു മതത്തിൻ്റെ ആൾക്കാരില്ല, അവിടെ ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ തന്നെ മലന്ന് കിടന്ന് തുപ്പയാണ്. ഒന്ന് മനസ്സിലാക്കുന്നത് ഇത് ക്ലബ് ചെയ്യാൻ അവിടെയാണ് ഇടതുപക്ഷത്തിൻ്റെതാണ്. നിങ്ങളിപ്പം പറയുന്നത് വെച്ചാൽ ദേവസ്വം മന്ത്രി എന്ത് പറയുന്നതാണ്? ദേവസ്വം മന്ത്രി ഇതിൽ കയറി ഇടപെട്ടിട്ട് ഇത് ശരിയായില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ വേറൊരു പ്രശ്നത്തിലേക്ക് എന്താണ് പ്രശ്നം? ഒരു സംശയം, ശരിയായില്ല എന്ന് മന്ത്രി പറഞ്ഞാൽ ഭരണസമിതി ഉണ്ടെന്നേ. അവിടെ ഒരു ഇന്ന് ഞാൻ പറയുന്നത് ഇത് ശനിയാഴ്ച നടന്ന സംഭവം. ഇത് ഇന്നലെയും ഇതുമാണ് ഇത് വന്നിട്ടുള്ളത്. ഞാനവിടെ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഈ ബിരിയാണി കൊടുത്ത സ്ഥലം എന്ന് പറയുന്നത് ഒരു 4-5 ഓഫീസ് കഴിഞ്ഞിട്ട് അവിടെ എക്സിക്യൂട്ടീവ്, എനിക്കറിയാം, അവിടെ മാനേജറുണ്ട്, അവിടെ എക്സിക്യൂട്ടീവ് ഓഫീസറുണ്ട്, അത് കഴിഞ്ഞ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുണ്ട്, ഓഡിറ്റ് ഓഫീസറുണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു കോർണറുണ്ട്, ഒരു പടി കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഈ ജീവനക്കാർക്ക് ഒരു പ്രത്യേകം സ്ഥലം അനുവദിച്ചിട്ടുണ്ട്. അവർക്ക് ഫുഡ് കഴിക്കാനുള്ള സ്ഥലമാണ് ആ സ്ഥലത്ത് വെച്ചാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അവിടെ ചിക്കൻ ബിരിയാണി കൊടുത്തോ ഇതൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷേ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ നടപടി. അത് ഒരു ഉദ്യോഗസ്ഥൻ്റെ നില. അപ്പോൾ അവിടെ ജീവനക്കാരെ അവർ മനസ്സിലാക്കണം, ഇത് ഹൈന്ദവ ക്ഷേത്രമാണ്, ഇവിടെ ഇതൊന്നും പാടില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്ത് ഹോട്ടലുണ്ട്, തൊട്ടപ്പുറത്ത് എത്ര ഹോട്ടലുണ്ട്, അവിടെ നിങ്ങൾക്ക് ഇത് കൊടുക്കാമല്ലോ. അപ്പോൾ ഇത് ശരിയായ നടപടിയല്ല എന്ന് തന്നെ നമ്മളുടെ ഇത്. പക്ഷേ അതെല്ലാം
നിങ്ങൾ മതത്തിൻ്റെ പേരിൽ ഇത് കൊണ്ടുവരില്ല. ഒരു പത്മനാഭ ക്ഷേത്രത്തിൽ സംഭവിച്ചത് അവിടെ ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ. ആ ഹിന്ദുക്കൾ അത് മനസ്സിലാക്കണം. ഇത് ഹൈന്ദവ ക്ഷേത്രമാണ്. ഈ ഹൈന്ദവ ക്ഷേത്രത്തിൽ നമുക്ക് ഇവിടെ വെജിറ്റേറിയനേ പാടുള്ളൂ. ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ട് വീണ്ടും കൊണ്ടുവന്ന് നമ്മൾ ഇടതുപക്ഷത്തിനെയും മന്ത്രിയെയും അല്ലെങ്കിൽ ഗോവിന്ദ മാസ്റ്ററിനെയൊക്കെ ക്ലബ് ചെയ്യുന്നത് ശരിയായ നടപടിയല്ല. അത് മാത്രമേ ഞാൻ മുന്നോട്ട് പറയുന്നത്. അതിന്റെ ഒരു പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇടതുപക്ഷം ഭരിക്കുമ്പോഴേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ടാണ് ശബരിമല ആയാലും എല്ലാ ശബരിമലയിൽ എന്താണ് പ്രശ്നം? ശബരിമല അല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം, ശബരിമല അല്ല. എന്നാൽ ശബരിമലയിൽ എന്താണ് പ്രശ്നം? ഈ യുവതീ പ്രവേശനവുമായി അടുത്ത നമ്മൾ മാറി മാറി വരുന്ന ഇടതുപക്ഷം വരും, അതുപോലെ UDF വരും, അതുപോലെ മാറി മാറി വരുന്ന അവിടുത്തെ പുതിയ ഭരണ പ്രശാന്ത് ഇപ്പം ഒരു ക്രിസ്ത്യനാണോ അവിടെ ഭരിക്കുന്നത്? ദേവസ്വം ബോർഡും പ്രസിഡന്റ് ശ്രീ പ്രശാന്ത് അല്ലേ? അദ്ദേഹം ഒരു ഹൈന്ദവ കുലത്തിലുള്ളതല്ലേ? അപ്പം നിങ്ങൾ ഒരു ക്രിസ്ത്യൻ കുലത്തിലുള്ള ആൾക്കാരെയാണ് അവിടെ വെച്ചിരിക്കുന്നത്, അതൊരു മുസ്ലിം കുലത്തിലുള്ള ആൾക്കാരെയാണ് വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇതൊക്കെ പറയുന്നത് ശബരിമല അത് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ അമ്പലത്തിൽ നിന്ന് കംപ്ലീറ്റ് ഇവിടെ എടുത്തുകൊണ്ട് പോകുന്നു. ഇതൊക്കെ ഒരു ജനങ്ങളെ ഒരു പറ്റിക്കുന്ന കാര്യം. പക്ഷേ ഇവിടെ ഇത് ഫാക്റ്റ് നമ്മൾ സംസാരിക്കൂ. നമ്മളിവിടെ എന്താണ് വയ്ക്കുന്നത്? ഇവിടെ ഒരു ഭരണസമിതിയുണ്ട്. ആ ഭരണസമിതിയിൽ നമുക്ക് കടന്നു കയറ്റാൻ പറ്റില്ല. ഒരു ഭരണ സംവിധാനം അത് ആരായിരുന്നാലും, അത് ഇടതുപക്ഷം ഭരിച്ചാലും ഭരണപക്ഷം വന്നാലും, നാളെ ഇനി BJP വന്നാലും NDA വന്നാലും ഇത് പറ്റത്തില്ല. അവിടെ ഒരു ഭരണ സംവിധാനം സുപ്രീം കോടതിയുടെ കീഴിൽ അങ്ങനെ ഒരു സംഭവം വച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കണം. RV ബാബു പറയും പോലെ ഇത് ഗോവിന്ദ മാസ്റ്റർ പറയാണ് അമ്പലങ്ങളിലെല്ലാം ആവട്ടുന്നേ. നമ്മൾ ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാരെല്ലാം അമ്പലങ്ങളിൽ വരുത്തുന്നേ. അവിടെ അമ്പലത്തിൽ മാത്രമല്ല, അവർ പള്ളിയിലും അല്ല. നിങ്ങൾ പറയുന്നത് എനിക്കറിയാം. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള പള്ളിയിൽ പണ്ടൊക്കെ CPM ആൾക്കാരില്ല, ഇപ്പോൾ അവരൊക്കെ പള്ളിയിൽ പോകുന്നുണ്ട്. തൊട്ടപ്പുറത്ത് അവർ ക്രിസ്ത്യൻ പള്ളിയിൽ പോകുന്നുണ്ട്. അപ്പം അതിലൊന്നും പ്രശ്നമില്ല, അവരൊക്കെ വരുത്തുന്നേ വരട്ടെ. പക്ഷേ അതൊരു തെറ്റായ നടപടിയിലേക്ക് കൊണ്ടുവരില്ല. ഹിന്ദുക്കൾക്ക് മാത്രമേ അത് പറ്റുള്ളൂ, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നത് ശരിയായ നടപടിയല്ല മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. അല്ല, ഈ അഡ്വക്കേറ്റ് സതീഷ് വസന്തും പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത് തെറ്റായ നടപടിയാണ്, അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ശരിയല്ല, ഹോട്ടലുകളിൽ പോയി വിളമ്പാം എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യന്റെ വികാരം തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവിടെയാണ് പ്രശ്നം. അവിടെ ഈ പറഞ്ഞ ആരാണോ അവിടെ ഭരണത്തിലിരിക്കുന്നത്, ഒരു ഭരണം നടക്കുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു അത്യാഹിതം നടക്കുമ്പോൾ സ്വാഭാവികമായും ആ ഭരണത്തിലുള്ളവരുടെ കുഴപ്പം പറയും. ആശുപത്രി രോഗികൾ ചികിത്സ കിട്ടാതെ മരിക്കുന്നു. സതീഷ് വസന്ത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ആശുപത്രി രോഗികൾ ചികിത്സ കിട്ടാതെ മരിക്കുമ്പോൾ ആരോഗ്യമന്ത്രിക്കെതിരെ മാർച്ച് നടത്തുന്നത് എന്തിനാണ്? അല്ല, അത് ഡോക്ടറും അമ്പലം ഒരു ക്ഷേത്രവും ഒരു ആശുപത്രിയായിട്ട് നിങ്ങൾ എങ്ങനെ സംവിധാനമുണ്ടല്ലോ? അല്ലെ ഒരു ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ റെയിൽവേക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ റെയിൽവേ മന്ത്രിക്ക് രാജിവെക്കണമെന്നും നിങ്ങൾ പറയുമല്ലോ. അല്ല, അങ്ങനെ രാജിവെച്ചിട്ടുണ്ടല്ലോ, അതും നമ്മളെ ഈ അമ്പലം ക്ഷേത്രം ഭരിക്കുന്നത് കൊണ്ടാണ്. പത്മനാഭ ക്ഷേത്രം ദേവസ്വം ബോർഡിന്റെ കീഴിലാണോ? തെറ്റിദ്ധരിപ്പിക്കില്ല. സമ്മതിക്കുന്നു, പത്മനാഭ സ്വാമി ക്ഷേത്രം ദേവസ്വം ബോർഡിന്റെ കീഴിലല്ല. അത് കൃത്യമായിട്ട് അറിയാം. അത് തെറ്റാണെന്നെങ്കിലും പറയണ്ടേ?